ഒരിക്കല് ഒരു മനുഷ്യൻ ഒരു ദൂരയാത്രയ്ക്ക് പോകുന്ന വഴി ഒരു വലിയ പാലത്തിൻ്റെ നടുക്കെത്തിയപ്പോഴാണ് പുള്ളിക്കാരന് മനസ്സിലായത് താഴെ അഗാധമായ ഗർത്തം, പാലം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു, എപ്പോഴെങ്കിലും താഴെ പോകാം. പേടിച്ചു നിലവിളിച്ചു കരഞ്ഞു, ദൈവമേ നീ എവിടെയാ, അയ്യോ എന്നെ ഒന്ന് രക്ഷിക്കണേന്ന്. ആരും വന്നില്ല അയാളുടെ ശബ്ദം കേട്ടിട്ട്. അയാൾക്ക് പേടി, മുമ്പോട്ട് പോകണോ പുറകോട്ട് പോകണോന്ന് അറിയില്ല. വലിയ കുഴിയാ താഴെ, ആ പാലം ആടുന്നുമുണ്ട്. അയാൾ പേടിച്ച് 2 സ്റ്റെപ്പ് മുമ്പിലോട്ട് വെച്ചു. വീണ്ടും നിലവിളിച്ചു, ദൈവമേ എന്നെ രക്ഷിക്കണേ, ആരും വരുന്നില്ല. തമ്പുരാനെ, ഞാൻ എത്ര നല്ല ഭക്തനായ മനുഷ്യനായിരുന്നു, എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനാ, എന്നിട്ട് നീ എവിടെ പോയി കിടക്ക? അയാൾ അലറി വിളിച്ചു. എൻ്റെ വീട്ടിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവർക്കിനി ആരുണ്ട്? ഞാൻ മരിച്ചു പോവാണ്. വീണ്ടും ഭയങ്കര നിലവിളി. ആരും അയാളുടെ വിലാപം കേട്ടില്ല, തമ്പുരാനും കേട്ടില്ല. അങ്ങനെ നിലവിളിച്ചു പേടിച്ച് കരഞ്ഞ് വിഷമിച്ച് എങ്ങനെയോ പാലത്തിൻ്റെ അപ്പുറത്തെത്തിയപ്പം നോക്കിയപ്പോണ്ട് തമ്പുരാൻ നിന്ന് ചിരിക്കുക. അപ്പൊ ഇവന് ദേഷ്യമായി, ദൈവത്തോട് ചോദിക്കുക, എൻ്റെ പൊന്നു ദൈവമേ, ഞാൻ വിറച്ച് പ്രാർത്ഥിച്ച് ടെൻഷൻ അടിച്ച് കരഞ്ഞ് നിലവിളിച്ചു, ഞാൻ മരിക്കുമെന്ന് ഓർത്തു, എൻ്റെ മരണത്തെ ഞാൻ മുന്നിൽ കണ്ടു, എന്നിട്ടും അത്ര നിലവിളിച്ച് കരഞ്ഞപ്പോ പോലും എന്തേ നീ എന്നെ വന്ന് രക്ഷിച്ചില്ല എന്നിങ്ങനെ. അപ്പൊ തമ്പുരാനെ അവനോട് പറയണേ, എടാ കൊച്ചനെ നീ എൻ്റെ കയ്യിലേക്കൊന്ന് നോക്കിയപ്പോ ആ പാലം താഴെ വീഴാതെ താങ്ങി പിടിച്ചു നിൽക്കുന്ന തമ്പുരാനെയാ കണ്ടത്. ഇതുപോലെയാ നമ്മുടെ ലൈഫിൽ. നമ്മൾ കാണത്തില്ല ദൈവത്തിൻ്റെ ഇടപെടൽ. നമ്മൾ വിചാരിക്കും എല്ലാം തീർന്നു, തമ്പുരാനും എന്നെ വേണ്ട, നാട്ടുകാർക്കും വേണ്ട, വീട്ടുകാർക്കും വേണ്ട. പക്ഷെ ഇപ്പോഴും ഒരോളവും ഇല്ലാതെ, എന്തെങ്കിലും സങ്കടം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു പ്രോബ്ലവും ഇല്ലാതെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അദൃശ്യനായിട്ട് നമ്മുടെ ഈശോ നമ്മുടെ പുറകിലുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറക്കി വയ്ക്കാം നമ്മുടെ വേദന, സങ്കടം, വിഷമങ്ങൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രോബ്ലംസ്, ഡിസിഷൻ മേക്കിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പലരും വന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ ഡിവോഴ്സിൻ്റെ വക്കിലായിരിക്കാം, വേണോ വേണ്ടെന്ന് ചിന്തിക്കുന്നുണ്ടാവാം, പല കാര്യങ്ങളായിരിക്കാം. ആയിക്കോട്ടെ, ജസ്റ്റ് സറണ്ടർ. ദൈവത്തിൻ്റെ കോടതി പറ, അത് നമുക്ക് കിട്ടും. പ്രവചനം എല്ലാവർക്കും ഉണ്ട്, അച്ഛന്മാർക്ക് മാത്രമല്ല, ധ്യാനഗുരുക്കന്മാർക്ക് മാത്രമല്ല, എല്ലാവർക്കും പ്രവചനമുണ്ട്. എല്ലാവർക്കും ദൈവം ഇൻറ്റ്യൂഷൻ തരുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. കാരണം നമ്മൾ ഈ പിറുപിറുത്തും പ്രാഗിയും ശപിച്ചും നടക്കുന്നതിനിടയിൽ തമ്പുരാൻ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നില്ല. സ്ട്രോങ് ഫീലിംഗ് തരും.